റെനോ ഡസ്റ്റർ. ഈ വാഹനം ഞാൻ ആദ്യം ഓടിക്കുന്നത് ഇപ്പോഴല്ല, ഞാനൊരു 2 മാസം മുമ്പ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവിന് വേണ്ടി ട്രാക്കിൽ ഓടിച്ചിരുന്നു. അന്ന് തൊട്ട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫീലും ഡൈനാമിക്സിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഐ വാസ് നോട്ട് സപ്പോസ് ടു ഷെയർ. പക്ഷേ ഇന്ന് എനിക്കൊരു ഓൺ റോഡ് എക്സ്പീരിയൻസിന് വേണ്ടി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഡെറാഡൂണിൽ ഹൈവേ കുറച്ച് ഓടിച്ചു. ഇപ്പം ഞാൻ ടേരയ്ക്ക് പോകുന്ന വഴിയാണ്. ഈ ഒരു റോഡ് എന്ന് പറയുന്നത് വൈൻഡിങ് റോഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ടെറൈനിലൂടെയും ഇന്ന് ഞാൻ ഡസ്റ്റർ ഓടിച്ച് അതിൻ്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഡ്രൈവ് റിവ്യൂ നിങ്ങൾക്ക് കൊണ്ടുവരികയാണ്. വാച്ച് ദിസ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു മാനുവൽ എനിക്ക് ഓടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ച വാഹനമാണ് ഡസ്റ്റർ. അതുകൊണ്ട് തന്നെ ഐ എം എക്സൈറ്റഡ്. ഇത് ഹോൾ ഡ്രൈവിൽ ഞാൻ എക്സൈറ്റഡ്. ഈ എക്സൈറ്റ്മെൻറ്റ് ഒരു 2 മാസമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നതാണ്. എന്താണെങ്കിലും ഫൈനലി ഇതിൻ്റെ ഒരു ഫുൾ ഫീല് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇറ്റ്സ് അമേസിങ്. കാരണം ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര നിറഞ്ഞു നിൽക്കുന്നൊരു സെഗ്മെൻ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു വാഹനം ഇറക്കുക, അതും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ ഇറക്കുക എന്ന് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ആ ഒരു ഡിഫറെൻറ്റ് ഫീലാണ് എനിക്ക് ഡ്രൈവ് ചെയ്ത് തോന്നുന്നത്. അതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു ഡൈനാമിക്സ് തന്നെയാണ്. ഡൈനാമിക്സ് ഫീൽ സോ ഗുഡ്. ഇതിൻ്റെ സസ്പെൻഷൻ ഇസ് സ്ട്രോങ്. ആ ഒരു സ്ട്രോങ് ഫീൽ സസ്പെൻഷനിൽ കിട്ടുന്നുണ്ട്. ഡ്രൈവ് ഇസ് സ്ട്രോങ്. സ്റ്റിയറിംഗ് ഫീൽസ് റിയലി ഗുഡ്. ആ ഒരു റെസ്പോൺസ് സ്റ്റിയറിംഗ് ഉണ്ട്. അതുപോലെ സ്റ്റിയറിങ്ങിന് പല മോഡ്സ് ഉണ്ട്. ലോ എന്ന് പറയുന്ന ഒരു മോഡും അതുപോലെ ഹൈ എന്ന് പറയുന്ന മോഡും. അതിൽ ലോയിൽ കുറച്ച് സ്റ്റിയറിംഗ് കുറച്ചും കൂടെ സോഫ്റ്റർ ആണ്. ഹൈ ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു ടൈറ്റ് ഫീൽ അല്ലെങ്കിൽ ഹാർഡർ ഫീൽ വരും. അത് രണ്ടും നമുക്ക് ഏത് രീതിയിലുള്ള ഡ്രൈവ് ആണെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. സോ 2 സ്റ്റിയറിംഗ് മോഡ്സ് ഉണ്ട്. സോ സ്റ്റിയറിംഗ് മോഡ് കൂടാതെ നമുക്ക് ഇതിൽ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് നമുക്ക് ഈക്കോയും അതുപോലെ കംഫർട്ട് എന്ന് പറയുന്ന 2 ഡ്രൈവ് മോഡാണ് വരുന്നത്. അത് കൂടാതെ ഒരു പേഴ്സോ എന്ന് പറയുന്ന ഒരു മോഡും കൂടെ വരുന്നുണ്ട്. അതിനകത്ത് പേഴ്സണലായിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. മറ്റ് 2 ഈക്കോയിലും കംഫർട്ടിലും നമുക്ക് എൻജിൻ മോഡ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈക്കോയിലാണെങ്കിൽ ഈ എൻജിൻ ഈക്കോ മോഡിലും അതുപോലെ തന്നെ ഒരു കംഫർട്ടിലാണെങ്കിൽ എൻജിൻ ഒരു നോർമൽ മോഡിലുമാണ് വരുന്നത്. പക്ഷേ നമ്മൾ പേഴ്സണൽ അല്ലെങ്കിൽ പേഴ്സോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എൻജിനും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഈക്കോയിൽ വേണമെങ്കിലും നോർമലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ മോഡ്സും ഡിഫറെൻ്റ് ആക്കി മാറ്റാൻ പറ്റും. അതിനകത്തൊരു സ്പോർട്ട് മോഡ് വരുന്നില്ല. പക്ഷേ സ്പോർട്ട് മോഡ് ഇല്ലെങ്കിൽ പോലും ആ ഒരു ടർബോ കിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പോർട്ട് മോഡ് ഫീല് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. ഇറ്റ്സ് സോ മച്ച് ഫൺ. ഈ എൻജിൻ ഒരു 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഈ എൻജിൻ നമ്മൾ റെനോയുടെ വാഹനങ്ങളിൽ മാത്രമല്ല കണ്ടിരിക്കുന്നത്, മെർസിഡസിൻ്റെ വാഹനങ്ങളിലും എ ക്ലാസ്സിലും എല്ലാം നമ്മൾ കണ്ടിരിക്കുന്ന എഞ്ചിനാണ്. ദിസ് എൻജിൻ ഇസ് സൂപ്പർബ്. 2018 ഈ എൻജിൻ ഡെബ്യൂ ചെയ്യുന്നത്. 2018 തൊട്ട് മെർസിഡസിലും അതുപോലെ തന്നെ റെനോയിലും ഈ എൻജിൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വരുന്ന ഈ എൻജിൻ നൽകുന്ന പവർ എന്ന് പറയുന്നത് 163 PS പവറും 280 Nm ടോർക്കുമാണ്. സോ ഈ എൻജിൻ പല പവർ കോൺഫിഗറേഷനിൽ ശരിക്കും ഉണ്ട്. ഒരു 115 PS പവർ മുതൽ 163 PS പവർ വരെ ഈ എൻജിൻ ഉണ്ട്. ഈ എൻജിൻ നമുക്ക് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അത് ഈ വാഹനത്തിലല്ല, ഈ വാഹനത്തിൽ പക്ഷേ അതിൻ്റെ ടോപ്പിൽ ഏറ്റവും കൂടിയ പവറിലാണ് ഇപ്പോൾ ഈ ഡസ്റ്റർ വന്നിരിക്കുന്നത്, 163 PS. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ഒരു മാനുവലാണ്. ഇതിൽ 6 സ്പീഡ് മാനുവലാണ് വരുന്നത്. ഇതിലൊരു DCT ഓട്ടോമാറ്റിക് DCT കൂടി വരുന്നുണ്ട്. അപ്പം ഇത് മാനുവൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു ഓട്ടോമാറ്റിക് കിട്ടിയാൽ ഞാൻ ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം കൂടെ പറയാം. പക്ഷേ ഇപ്പോൾ ഞാൻ മാനുവലാണ് ഡ്രൈവ് ചെയ്യുന്നത്. മാനുവൽ വരുന്ന ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഗിയർ ബോക്സ് ഇസ് ഗുഡ് ടു ഷിഫ്റ്റ്. ആ ഷിഫ്റ്റിംഗ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ഉണ്ട്. ക്ലച്ചും സോഫ്റ്റ് ആണ്. സോ ദർ ഇസ് നോ, ഞാൻ നോർമലി അങ്ങനെ ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ഒരു മാനുവൽ എടുത്ത് ഡ്രൈവ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടൊരു ഡ്രൈവ് വേണമെന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു ഹില്ലി ടെറൈനിലൂടെയൊക്കെ പോയപ്പോൾ എനിക്ക് മാനുവൽ തന്നെ വേണം. കാരണം കർവ് എല്ലാം ഞാനിത് ട്രാക്കിൽ ഓടിച്ച സമയത്ത് ഞാൻ ഇംപ്രസ്ഡ് ആയതാണ്. കാരണം ട്രാക്കിൽ ഒരു 170-165 km/h ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ പോലും ഈ വാഹനം തന്നൊരു കോൺഫിഡൻസ്, സ്റ്റെബിലിറ്റി വാസ് അമേസിങ്. എനിക്കത് ഓൺ റോഡിൽ അറിയണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മാനുവൽ എടുത്ത് ഞാൻ ഈ ഹില്ലി ഏരിയ മുഴുവൻ ഡ്രൈവ് ചെയ്തപ്പോഴാണെങ്കിലും ആ സെയിം ഫീല് ഈ ഒരു ടേൺസും ട്വിസ്റ്റി റോഡ്സിലൊന്നും ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവ് ഒരു സമയത്തും ഫീൽ ചെയ്തില്ല എന്നുള്ളത് എടുത്ത് പറയണം. ഞാൻ പറയുമ്പോൾ ഒരു ഡോണ്ട് ടേക്ക് മീ റോങ്, ഇതിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കിയാൽ പോലും എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു ഡ്രൈവ് തരുന്നത് ഡെഫിനറ്റ്ലി ഡസ്റ്റർ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദ സസ്പെൻഷൻ, ബിക്കോസ് ദ സ്റ്റിയറിംഗ്, ഇതിൻ്റെ ഒരു ഹോൾ ഡൈനമിക്സിൽ
ഐ എം വെരി ഇംപ്രസ്ഡ്. ഒരു നല്ല റോഡിൽ കൂടെ പോകുമ്പോൾ മാത്രമുള്ളൊരു ഫീൽ അല്ല, ഇപ്പോൾ ഈ ഡയറിക്കുള്ള വഴി കംപ്ലീറ്റ് പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. അതിലേ പോയപ്പോൾ പോലും ആ ഒരു സസ്പെൻഷൻ ബാഡ് റോഡ്സ് അബ്സോർബ് ചെയ്യുന്നത് ഇറ്റ്സ് സൂപ്പർബ്. ആ ഒരു ചാട്ടം ഇല്ല എന്നല്ല, പക്ഷെ അത് അബ്സോർബ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട്. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഒരു വളരെ മോശം വഴിയാണ്, നോക്കിക്കോണേ. ഇതിൽ പോയാലും അങ്ങനെ ഭയങ്കര ഒരു ഡിസ്കംഫേർട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ചാട്ടമോ ആ സസ്പെൻഷൻ്റെ അടിയോ ഒന്നും കിട്ടുന്നില്ല. വളരെ സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നു. സീറ്റാണ് മറ്റൊരു ഫാക്ടർ നമ്മൾ പറയേണ്ട. അതിൻ്റെ സീറ്റിംഗ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. അതെല്ലാം ഉണ്ട്, നമ്മൾ നോർമലി എല്ലാ വാഹനങ്ങളും കിട്ടുന്നതാണ്. പക്ഷേ ആ സീറ്റിൻ്റെ ഒരു ഫീൽ, ആ ഒരു സൈഡിലെ ബോൾസ്റ്ററിങ് എല്ലാം വെച്ച് കഴിയുമ്പോൾ നമുക്ക് സൈഡ് മൂവ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ബുദ്ധിമുട്ട് സൈഡിലേക്കൊന്ന് പോകുന്നുള്ള ഫീലില്ല. സോ ഓവറോൾ ഡ്രൈവ് ഇസ് ഗുഡ്, ഡ്രൈവ് ഫീൽ ഇസ് ഗുഡ്. ഇതിൽ വരുന്ന സസ്പെൻഷൻ ഇന്ത്യയിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മാത്രം ട്യൂൺ ചെയ്ത സസ്പെൻഷനാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വേണ്ടി തന്നെ ട്യൂൺ ചെയ്തൊരു സസ്പെൻഷനാണ്. പറയാനുള്ള കാര്യം, ഇതിൽ ഫ്രണ്ടിൽ വരുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്, റിയറിൽ വരുന്ന ഒരു സെമി ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനുമാണ്. അത് മെയിനായിട്ട് ഇത് ട്യൂൺ ചെയ്തത് മുഴുവൻ ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സാണ്. അതിൽ എഞ്ചിനീയേഴ്സിനെയൊക്കെ നമ്മൾ കണ്ട് സംസാരിക്കും, അതിലൊരു മലയാളിയുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടതിൻ്റെ ട്യൂണിങ് മുഴുവൻ നടന്ന MMRT ചെന്നൈയിലുള്ള ആ ട്രാക്കിൽ തന്നെയാണ് ഇതിൻ്റെ ട്യൂണിങ് കംപ്ലീറ്റ് ചെയ്തതും. അതിൻ്റെ ഒരു ഗുണം ഡെഫിനറ്റ്ലി ഇന്ത്യൻ റോഡ്സിന് വേണ്ടി ഉണ്ടാക്കിയതിൻ്റെ ഗുണം ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡ്രൈവിൻ്റെ സമയത്ത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞാൽ, ഈ എഞ്ചിൻ ഒരു അത്യാവശ്യം പവറുള്ളൊരു എഞ്ചിനാണ്. 163 PS പവറാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. അതിൽ ഈ സെഗ്മെൻറ്റിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് വരുന്നത്. കമ്പാരിസൺ പല വാഹനങ്ങളായിട്ട് ചെയ്യുമ്പോഴും ഇതിനേക്കാൾ പവർ കുറവായിട്ടാണ് വരുന്നത്. ആ ഒരു ടർബോ കിക്ക് ഇൻ ചെയ്യുമ്പോൾ ഒരു ഫീലും ഇറ്റ്സ് ബെറ്റർ. അതിൻ്റെ പവർ ക്ലൈംബ് ചെയ്യുന്നത് ആ ഒരു ഇനീഷ്യൽ ടർബോ കിക്ക് ഇൻ ചെയ്യുന്ന വരെയുള്ളൊരു ടൈമിൽ ആ ഒരു പവർ നമുക്ക് ഭയങ്കര ഒരു ഹെവി പവർഫുൾ ആയിട്ട് തോന്നുന്നില്ല, പവർഫുൾ എഞ്ചിനായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ടർബോ കിക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു ഫീലാണ്, അല്ലെങ്കിൽ ഒരു പവർ ക്ലൈംബിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് ഈ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ എഞ്ചിൻ ഭയങ്കര സ്ട്രെയിൻ ആവുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ല. ഈവൻ മാനുവലിലാണെങ്കിൽ പോലും നമ്മൾ ഹൈ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ പോലും എഞ്ചിൻ ആ ഒരു സ്ട്രെയിൻ ചെയ്യുന്നത് പോലെ നമുക്ക് ഒരു രീതിയിലും തോന്നുന്നില്ല. മാനുവലിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും. കാണിച്ചിവിടെ 23, 24, 22 ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന മൈലേജ്. അതിനൊരു കാരണമുണ്ട്, ഞാൻ ഡൗൺ ഹില്ലിലാണ് ഇപ്പോൾ, അതുകൊണ്ട് എനിക്ക് ആ ഒരു മൈലേജ് കിട്ടിയത്. എനിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ 23.5 ആണ് എനിക്ക് കിട്ടുന്നത് ഡൗൺ ഹിൽ, ഒരു നോർമൽ റോഡിലൊക്കെ. പക്ഷേ ഞാൻ കുറച്ച് മര്യാദയായിട്ട് ഓടിച്ച് ഡൗൺ ഹില്ലും കൂടെ വന്നപ്പോൾ എനിക്ക് ആ മൈലേജ് വന്നതാണ്. പക്ഷേ ഞാൻ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത്, ഹില്ല് ക്ലൈംബ് ചെയ്യുന്ന സമയത്ത്, നന്നായിട്ട് പൊളിച്ച സമയത്തും എനിക്കൊരു 11-12 കിട്ടിയിരുന്നു. സോ ആവറേജ് നമ്മൾ ഒരു സിറ്റി ഡ്രൈവിലൊക്കെ ആണ് എങ്കിൽ നമുക്കൊരു 14 to 15 ഒക്കെ കിട്ടാനായിട്ട് കുഴപ്പമുണ്ടാവില്ല, നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത്. പിന്നെയുള്ള ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിംഗ് അപ്പോൾ മാനുവലാണ് ഞാൻ ഓടിച്ചിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ഓടിക്കുമ്പം അതിന് വേറെ ഫീൽ ആണെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഇതിൻ്റെ ബ്രേക്കിംഗ് അത്യാവശ്യം സോർട്ടഡ് ആണ്. നമ്മൾ സ്പീഡിലൊക്കെ ബ്രേക്ക് ചെയ്ത സമയത്താണെങ്കിലും ടേൺ എടുക്കുന്ന സമയത്ത് അങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഗിയർ ഡൗൺ ചെയ്തിട്ടാണ് ഓടിച്ചത്. അതുപോലെ തന്നെ ആ ഒരു സമയത്തൊക്കെ ഉള്ള ഒരു ഫീൽ, ബ്രേക്കിങ്ങിൻ്റെ ഒരു നല്ല ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. ബ്രേക്ക് കുറവാണെന്നോ അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൽ ഇഷ്യൂ ഉണ്ടാകുന്നൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സേഫ്റ്റിയാണ് മറ്റൊരു കാര്യം, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇത് എത്രമാത്രം സേഫ് ആണെന്ന്, 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. എന്താണെങ്കിലും 5 സ്റ്റാർ റേറ്റിംഗിന് വേണ്ടിയിട്ട് വാഹനം അയച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇൻറ്റേർണലി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് എക്സ്പെക്റ്റേഷൻ അവർക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടും എന്നുള്ള കാര്യം തന്നെയാണ്. അതാണ് റേറ്റിങ്ങിൻ്റെ കാര്യം. പിന്നെ ഉള്ളത് ഇതിനകത്ത് ഇപ്പം 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്, ABS EBD കാര്യങ്ങളെല്ലാം ഉണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഈ വാഹനം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ പാർട്ട് നോക്കുമ്പോഴും, ബോഡി നമ്മൾ പാർട്ട് നോക്കുമ്പോഴാണെങ്കിലും ആ ഒരു ഹെവി ഫീൽ ഇതിനകത്തുണ്ട്. സോ സേഫ് ആണ് എന്നുള്ളൊരു ഫീല് നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ അഡാസ് വരുന്നുണ്ട്. അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. ഇന്ത്യൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് തന്നെ ട്യൂൺ ചെയ്തിട്ടുള്ള അഡാസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നോർമലി ഞാൻ ഒരു വാഹനത്തിൽ, അഡാസ് ഉള്ളൊരു വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഓഫ് ചെയ്യുന്നൊരു സാധനം ആക്റ്റീവ് ബ്രേക്കിംഗ് ആണ്. നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിന് വേണ്ടി അത് തീരെ പറ്റില്ല. അത് ഇതിനകത്തും ആക്റ്റീവ് ബ്രേക്കിംഗ് നമ്മൾ ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഇരുന്നത്. ബാക്കിയെല്ലാം തന്നെ ഇപ്പോൾ ലെയിൻ കീപ്പ് അസിസ്റ്റ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നന്നായി തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അഡാസും ആക്റ്റീവ് ആണ്. സോ ഫ്രണ്ടിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീല് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഐ വാസ് സോ എക്സൈറ്റഡ്. ഇനിയിപ്പോൾ ഇത് ബാക്കിൽ ഇരുന്ന് കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു ഡ്രൈവേഴ്സ് കാറായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുള്ളൂ. ഒരു ഡ്രൈവിംഗ് ഫൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനമാണ്. ബാക്ക് സീറ്റ് തെറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലെഗ് സ്പേസ് എല്ലാം അത്യാവശ്യമുണ്ട്. തൈ സപ്പോർട്ട് ഒരല്പം
കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. തൈസ് അപ്പ് അതുപോലെ തന്നെ ഫ്ലോർ കുറച്ചൊരു പൊങ്ങിയിരിക്കുന്നുണ്ട്. തൈസ് അവിടെ പ്ലാന്റഡ് അല്ല, കാരണം ഒരുപക്ഷെ എൻ്റെ പൊക്കത്തിൻ്റെ ആവാം ഒരുപക്ഷെ. പക്ഷേ എനിക്ക് ഒരു കംഫർട്ടബിൾ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും കപ്പ് ഹോൾഡറും ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. AC-യുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺറൂഫിൻ്റെ കംപ്ലീറ്റ് ആ ഒരു സൺറൂഫിൻ്റെ ഓപ്പണിംഗ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഹെഡ് റൂമും തെറ്റില്ലാത്ത രീതിയിലുണ്ട്. ഇവിടെ ഒരു ലൈറ്റ്, അതൊരു ടച്ച് സെൻസിറ്റീവ് ലൈറ്റാണ് വന്നിരിക്കുന്നത്, അത് കൊള്ളാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. 2 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഫ്ലോറിൻ്റെ പൊക്കം വരുമ്പോൾ എൻ്റെ തൈസ് അതിൽ സീറ്റിൽ മുട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും ഒരു കംഫർട്ടബിൾ പൊസിഷൻ തന്നെയാണ്. ഒരു 3-point സീറ്റ് ബെൽറ്റും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഈ ഫ്രണ്ടിലുണ്ടായ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ബാക്ക് സൈഡിൽ കിട്ടില്ല, പക്ഷേ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്പേസും തെറ്റില്ലാത്ത രീതിയിൽ ബാക്ക് സൈഡിൽ കിട്ടുന്നുണ്ട്. ഡസ്റ്റർ മാനുവലായിട്ട് ഞാൻ ഇപ്പോൾ ന്യൂ ടെറിയിൽ എത്തിയിരിക്കുകയാണ്. ന്യൂ ടെറിയുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ന്യൂ ടെറി എന്ന് പറഞ്ഞാൽ ഡെറാഡൂണിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ടെറിയിലെത്തും. ഇവിടെ ഇതൊരു വെൽ പ്ലാൻഡ് ഹിൽ സ്റ്റേഷനാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈൻഡിങ് റോഡ്സും ഒക്കെ ഇങ്ങോട്ടുണ്ടായിരുന്നത്. ആ വൈൻഡിങ് റോഡ്സിൽ മാനുവൽ ആക്ച്വലി ഇറ്റ് സോ മച്ച് ഓഫ് ഫൺ. എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ എത്തി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഡാമാണ്. ഇവിടുത്തെ ഡാം വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ടോളസ്റ്റ് ഡാംസിൽ അല്ലെങ്കിൽ വൺ ഓഫ് ദി ടോളസ്റ്റ് ഡാം ആണെന്നാണ് പറയുന്നത്. അവിടെ ഒരുപാട് വാട്ടർ സ്പോർട്സും അതുപോലെ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. സോ ദാറ്റ്സ് അബൌട്ട് ദ ന്യൂ ടെറി. തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല വെതറാണ്, നല്ല ക്ലൈമറ്റാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് എനിക്കിപ്പോൾ നമ്മുടെ മാനുവലി ഞാൻ കൊടുത്തിട്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക് എടുത്തിരിക്കുകയാണ്. DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലുള്ള ഡസ്റ്റർ എടുത്തിരിക്കുകയാണ്. സോ ഡസ്റ്ററിൻ്റെ ആ ഒരു ഓട്ടോമാറ്റിക് ഡ്രൈവിന് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ എക്സ്റ്റീരിയർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. എക്സ്റ്റീരിയർ ഞാൻ ഒരുപാട് തവണ 2-3 തവണ എക്സ്റ്റീരിയറിൻ്റെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് എല്ലാം കൊടുത്തേക്കാം. പക്ഷേ ഇതിനെപ്പറ്റി ഓവറോൾ നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഫീല് വരുന്നത് വളരെ പ്രീമിയം, വളരെ മാസ്കുലർ ഫീൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ വരുന്നത്. നമ്മൾ പഴയ ജനറേഷൻ ഡസ്റ്ററായിട്ട് നോക്കിയാൽ തന്നെ ഫ്രണ്ടിലും റിയറിലും അല്ലെങ്കിൽ ഫ്രണ്ടും റിയറുമാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഡസ്റ്ററിന് കൊടുത്തിരിക്കുന്ന ഈ ബാഡ്ജിങ് ഇൻ്റർനാഷണൽ മോഡലിൽ ഡസ്റ്ററിന് പകരം റെനോ ആണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഡസ്റ്റർ എന്ന് പറയുന്നത് വളരെ പ്രൗഡായിട്ടുള്ളൊരു പേരായിട്ട് അല്ലെങ്കിൽ ഡസ്റ്റർ തന്നെ ഒരു ബ്രാൻഡായി മാറിയിട്ടാണ് ഈ ഡസ്റ്റർ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഫ്രണ്ടിൽ കൊടുത്തത്. ഹെഡ്ലൈറ്റ് ലുക്സ് വെരി സ്ലീക്ക്. ബമ്പർ നല്ല മാസീവ് ബമ്പറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബോണറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു സ്കൂപ്പാണ്. ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലെ ബോണറ്റ് കാണുന്ന സമയത്ത് ഫീൽസ് വെരി ഒരു വലിയ വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ വരും. പക്ഷേ ഇറ്റ്സ് ഗുഡ് ടു ഡ്രൈവ്. സോ ആ ഒരു ഗുഡ് ഫീൽ ഫാക്ടർ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ബോണറ്റിൽ നിന്നുണ്ട്. സോ ഓവറോൾ ലുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു പ്രീമിയം, ഒരു മാസ്കുലർ, ഒരു റഗഡ് കാർ ഓടിക്കുന്ന ഒരു ഫീല് ഫ്രണ്ട് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന പഴയ ഒരു ഡസ്റ്ററിൻ്റെ എവിടേക്കോ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സിമിലാരിറ്റി അല്ല, പക്ഷേ ആ ഒരു സ്റ്റൈലിംഗ് എല്ലാം എവിടെയോ കിട്ടുന്നുണ്ട്. വീൽസ് വരുന്ന 18-inch വീൽസ് ആണ്. അതുപോലെ ബാക്കിലെ ഡോറിൽ നമുക്ക് ഒരു ഹിഡൻ ടൈപ്പ് ഹാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് പഴയതുപോലെ തന്നെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഹിഡൻ ആണ് വന്നിരിക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ പിന്നെ വന്നിരിക്കുന്ന മുകളിലൊരു റൂഫ് റെയിൽ കാര്യങ്ങൾ വന്നിട്ട്. പക്ഷേ റിയറിലേക്ക് വന്നു കഴിയുമ്പോൾ അഗൈൻ ഞാൻ ഫ്രണ്ട് പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പുതിയ ന്യൂ ജനറേഷൻ നമ്മൾ വെറുതെ പറഞ്ഞാൽ പോലെ ന്യൂ ജനറേഷൻ ഫീൽ ഉണ്ട്. അത് കണക്റ്റഡ് ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലൊരു സ്പോയിലർ വരുന്നുണ്ട്. വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബമ്പർ ലുക്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഡസ്റ്ററിൻ്റെ ഒരു ബാഡ്ജിങ്ങും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ പഴയ ഡസ്റ്ററുമായിട്ട് നമ്മൾ ഈ ന്യൂ ജനറേഷൻ ഡസ്റ്റർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്നിരിക്കുന്നത് അതിൻ്റെ ഇൻറ്റീരിയറിൽ തന്നെയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. ഡ്രൈവിൻ്റെ വേറെ ഭാഗം, ഡ്രൈവ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ ഒരു ഇൻറ്റീരിയർ നോക്കുമ്പോൾ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ഇൻറ്റീരിയർ. എനിക്ക് ഇൻറ്റീരിയർ പേഴ്സണലി ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ കാരണം ഇപ്പോൾ ഉള്ള വാഹനങ്ങളെല്ലാം തന്നെ ടച്ച് അങ്ങനെയുള്ള ഇതിലേക്ക് വന്നു. പക്ഷേ ഇതിനകത്ത് AC-യുടെ കൺട്രോൾസ് കംപ്ലീറ്റ് ആ ഒരു ഫിസിക്കൽ ബട്ടൺസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. AC-യുടെ കൺട്രോൾസ്, അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക് ബട്ടൺ, അങ്ങനെ എല്ലാം ഫിസിക്കൽ ബട്ടണിലേക്ക് മാറ്റി. സ്ക്രീൻ വരുന്നത് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിംഗാണ്. ഒറ്റ സിംഗിൾ പാനലിലാണ് അല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാനലിലാണെങ്കിലും 2 ഡിഫറെൻറ്റ് സ്ക്രീനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 10.1-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഒരു 10.2-inch ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഡസ്റ്ററിൽ നിന്ന് പഴയ ജനറേഷനിൽ നിന്ന് നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ചെറിയൊരു ടിൽറ്റും, അതായത് ഇത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കുറച്ചുകൂടി പുറകോട്ട് ഇറങ്ങിയിട്ടും ഇത് കുറച്ചും കൂടെ ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അതാണ് അതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ വാഹനങ്ങളൊക്കെ കാണുന്ന സാധനം. സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത് ഫ്ലാറ്റ് ബോട്ടം, അതുപോലെ തന്നെ ഫ്ലാറ്റ് ടോപ്പും ഫ്ലാറ്റാണ്. ഒരു 3-spoke സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് പാരൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. മാനുവൽ പാരൽ ഷിഫ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പാരൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് നമുക്ക് DCT ആണ് ഇതിനകത്ത് ഗിയർ ബോക്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്കൊരു ലെതർ ഫീൽ കൊടുത്തിട്ടുണ്ട്, മുകളിൽ പ്ലാസ്റ്റിക് ഫീൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ടച്ച് ചെയ്താലും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
മാനുവലിലും ഓട്ടോമാറ്റിക്കലും നമുക്ക് വയർലെസ് ചാർജർ നൽകിയിട്ടുണ്ട്. അതുപോലെ സി ടൈപ്പ് പോർട്ടും അതുപോലെ ചാർജിങ് സ്ലോട്ടും നൽകിയിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. ടോപ്പ് ഇൻ വേർഷനാണ്. ഇവിടെ നമുക്ക് ഒരു ബട്ടൺ, ബാക്കിയെല്ലാം തന്നെ ഈ ഫിസിക്കൽ സ്വിച്ചസിൽ കൊടുത്തിരിക്കുന്ന ബട്ടൺസ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. സൺറൂഫ്, വലിയൊരു സൺറൂഫ് നൽകിയിട്ടുണ്ട്. സെൻറ്റർ കൺസോള് വ്യത്യാസമുണ്ട്. മാനുവലായിട്ട് നോക്കുമ്പോൾ സെൻറ്റർ കൺസോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മാനുവലിൽ നമുക്ക് സെൻറ്റർ കൺസോൾ ഇങ്ങനെയല്ല വരുന്നത്. ഇതിൻ്റെ സ്റ്റൈലിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഡിസൈനേ അങ്ങനെയല്ല. ഇതിൽ വരുമ്പോൾ അതിൻ്റെ ചെറിയൊരു ഒരു നോബാണ് വരുന്നത് ഗിയർ ഷിഫ്റ്റിങ്ങിന്. അതുപോലെ പാർക്ക് ബട്ടൺ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. മാനുവലിൽ ഒരു സെൻറ്ററിൽ തന്നെ ഒരു മാനുവൽ ലിവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് കൺസോൾ വരുന്നത്. സീറ്റ്സ് ഞാൻ മാനുവലി പറഞ്ഞ പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ബോൾസ്റ്റിംഗ് ഒക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഫ്രണ്ടിലെ 2 സീറ്റും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എക്സ്റ്റീരിയർ ഇൻറ്റീരിയറെ പറ്റി പറയാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നേരത്തെ വീഡിയോകളിലെല്ലാം ഉണ്ട്. നിങ്ങളത് എക്സ്റ്റീരിയർ ഇൻറ്റീരിയറിനെ പറ്റി പറയുന്നതിലും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഇനി ഡ്രൈവിനെ പറ്റിയാണ്. മാനുവൽ നമ്മൾ ഡ്രൈവ് കണ്ടു, ഇംപ്രസ്ഡ്. ഇനി ഓട്ടോമാറ്റിക്കിൻ്റെ ഡ്രൈവിലേക്ക് പോകാം.